ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി 2 റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, പരീക്ഷിച്ച് നോക്കാൻ പറ്റിയിട്ടുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ മാവൊക്കെയുള്ള വീട്ടിൽ നിറയെ പൂക്കളും അതുപോലെ തന്നെ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തും 2 മാവുണ്ട് കേട്ടോ, ചെറിയ മാവാണ്. അപ്പോൾ അതിലൊരു മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്, അതിലൊക്കെ കുഞ്ഞു മാങ്ങകളും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തിനാണിത് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? എന്ന കാര്യമുണ്ട്. മാവിൻ്റെ മുകളിലൊന്നും കയറാതെ തന്നെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കുറച്ച് കൊമ്പുകളിൽ നല്ല വൃത്തിയുള്ള കുറച്ച് നല്ല പച്ച കളറിലുള്ള ഇല കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു 4-5 ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു കുഞ്ഞു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഇലൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ മാവിലയുടെ നീര് കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ഒരു നാരങ്ങയുടെ പീസും പിന്നെ ഒരു പച്ചമുളക് ഒന്ന് പിളർന്നെടുത്തതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊരു 2-3 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ നീരൊക്കെ ഇതിലൊന്ന് വരാൻ വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ആ നാരങ്ങയുടെ പുളിയൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങി കിട്ടിക്കോളും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഫ്ലേവറും ഈ ഒരു നമ്മുടെ മാവിലയുടെ ജ്യൂസിൽ ചേർന്നിട്ടുണ്ടാവും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള മിക്സിങ്ങും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ ഒരു മാവില ജ്യൂസിലേക്ക് അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സ്ട്രോബെറി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ള സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ 3 സ്ട്രോബെറിയും നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുത്തതും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ പകുതിയല്ല കേട്ടോ, നാരങ്ങ ഒരു പീസ്, ഒരു വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള പീസ്. കാരണം ഇതിലേക്ക് കൂടുതലായിട്ട് പുളി ഒന്നും വേണ്ട, കാരണം സ്ട്രോബെറി കുറച്ച് പുളി ഉള്ളതാണല്ലോ. അപ്പോൾ പിന്നെ പുളി കൂടുതലായിട്ട് വേണ്ട, ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങി വരും കേട്ടോ. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ആ ഒരു സ്ട്രോബെറിയുടെ പൾപ്പും കൂടെ മിക്സായി വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ 2 മിക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒന്ന് നല്ല ഗ്രീന് കളറും ഒന്ന് റെഡ് കളറും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 7 അപ്പ് ഒഴിച്ചു കൊടുക്കാം. 7 അപ്പോ സ്പ്രൈറ്റോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 അപ്പാണ്. അപ്പോൾ നമ്മുടെ മാവില മൊജിറ്റോയും അതുപോലെ സ്ട്രോബെറി മൊജിറ്റോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവിലയുടെ മൊജിറ്റോ ഒക്കെ കണ്ടാൽ തന്നെ നല്ല ഗ്രീന് കളറിലാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ മൊജിറ്റോ നല്ല റെഡ് കളറിലും ആകുമ്പോൾ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് you.